818209. വേദിയിലിരിക്കുന്ന ആദരണീയരായ വിധികർത്താക്കളെ, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വന്ദനം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം തലമുറകൾ തമ്മിലുള്ള വ്യത്യാസത്തിനെ കുറിച്ചാണ്. പഴയ കാലത്ത് നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഈ പുതിയ ലോകവും അതിൻ്റെ കാഴ്ചപ്പാടുകളും. മാതാപിതാക്കളും മക്കളും തമ്മിൽ, അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ, എന്തിന് ജോലി സ്ഥലത്തുള്ളവർ തമ്മിൽ, സ്വപ്നത്തിലും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലും ലോകവീക്ഷണത്തിലും ഒക്കെ ഉള്ള ഒരു അന്തിരം. അതേ സുഹൃത്തുക്കളെ, വളരെ കൗതുകകരവും പ്രാധാന്യവുമായ ഒരു വിഷയം തന്നെയാണ് തലമുറകൾ തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ ദൈനംദിന ജീവിതത്തിലും അത് വളരെ പ്രകടമാണ്. ഞാൻ എൻ്റെ പ്രസംഗ വിഷയം എൻ്റെ മുത്തശ്ശിയുമായി പങ്കുവെച്ചപ്പം പറഞ്ഞാൽ തീരാത്ത കഥകളുമായാണ് മുത്തശ്ശി നിന്നത്. 100 കണക്കിന് കിലോമീറ്റർ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കാൽയാത്രയായി നടത്തക്കാരിലും മുഖത്തോട് മുഖം നോക്കി മാത്രം സംസാരിക്കാൻ അറിയുന്ന ആൾക്കാരും അവരുടെ ചുറ്റുവട്ടത്തെ കാര്യങ്ങളായിരുന്നു അവരുടെ ലോകം. ഫോണോ പോലെയുള്ള സാങ്കേതിക വിദ്യകൾ വിപുലമല്ലാത്ത ഒരു കാലം. അതായിരുന്നു നമ്മുടെ മുത്തശ്ശന്മാരുടെ കാലം. കാലം ഇഴഞ്ഞു നീങ്ങിയ ഒരു കാലഘട്ടം. ഒരു കാര്യത്തിനായി 1 മാസമോ അതിലധികം കാത്തിരിക്കേണ്ടി വന്ന ഒരു കാലഘട്ടം. അതായിരുന്നു നമ്മുടെ മുത്തശ്ശന്മാരുടെ കാലം. അതിൽ നിന്നാണ് നാം ഇന്ന് കാണുന്ന ഞാൻ അടക്കമുള്ള ഈ കാലഘട്ടത്തിന്റെ ഉദയം. സാങ്കേതിക യുഗത്തിന്റെ ഉയർച്ചയുടെ കാലം. സാങ്കേതിക വിദ്യയുടെ ഉയർച്ച കാരണം പ്രാദേശിക കാഴ്ചപ്പാടുകൾക്കപ്പുറം ലോകത്തിലുള്ള നാനാഭാഗങ്ങളിലുള്ള അറിവുകൾ നമ്മുടെ കയ്യിലെത്തിക്കാനും നമ്മുടെ കാഴ്ചപ്പാടുകൾ ലോകത്തിലുള്ള ആൾക്കാരുമായി പങ്കുവെക്കാനും സാങ്കേതിക വിദ്യ നമ്മളെ സഹായിക്കുന്നു. മുഖത്തോട് മുഖമുള്ള സംഭാഷണത്തിന് അപ്പുറമായി ലോകത്തിൽ എവിടെയും നമുക്ക് നിമിഷ നേരം കൊണ്ട് എത്തിക്കാനും നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കാനും സാങ്കേതിക വിദ്യ വളരെ പ്രയോജനമാണ്. അത് മാത്രമല്ല, നമ്മൾ പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിൽ കുറെ വ്യത്യാസങ്ങളുണ്ട്. സമയമാണ് ഇതിനുള്ള ഏറ്റവും വലിയ കാരണം. കായികാധ്വാനത്തിലൊക്കെ ഏർപ്പെട്ടിരുന്ന നമ്മൾ ഇപ്പം ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും യന്ത്രങ്ങളുടെയും ഉപയോക്താക്കളായി, അല്ലേ? തലമുറകൾ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം നമ്മുടെ ജീവിത ശൈലിയിലാണ്. പണ്ടത്തെ ആൾക്കാര് കുറെ കഠിനാധ്വാനം വഴിയാണ് എല്ലാം നേടിയെടുത്തെങ്കിലും ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ എല്ലാം ലഭ്യമാണ്. പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിൽ കുറെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമ്മൾ പരസ്പരം മനസ്സിലാക്കേണ്ടത് വലിയൊരു കാര്യം തന്നെയാണ്. പഴയ തലമുറയുടെ അനുഭവ ശൈലിയിൽ നിന്ന് പുതിയ തലമുറ വളരെ പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. അതുപോലെ തന്നെ പുതിയ തലമുറയുടെ സാങ്കേതിക വിദ്യയുടെ ജ്ഞാനം നമ്മൾ പഴയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും നമ്മൾ അവരെ സഹായിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഒരു കടമയുമാണ്. അങ്ങനെ പഴയ തലമുറയും പുതിയ തലമുറയും അങ്ങനത്തെയുള്ള എല്ലാ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് നമുക്ക് ഒരേ ലോകം, ഒരു നല്ല മനുഷ്യൻ എന്നതാകട്ടെ നമ്മുടെ ഭാവി. നന്ദി.